നമസ്കാരം. പുതുവത്സരത്തിൻ്റെ തലേ ദിവസമായ 31-ാം തീയതി അർദ്ധരാത്രിയിലാണ് ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ നടക്കാറുള്ളത്. വാഹന നിയമലംഘനങ്ങൾ മദ്യപിച്ചും അതുപോലെ തന്നെ മറ്റ് ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുമൊക്കെയാണ് ഈ വാഹനം ഓടിക്കുന്നത് പലരും. എന്നാൽ അവരെയൊക്കെ ഇപ്പോൾ പൂട്ടാനായി മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക ഡ്രൈവ് തന്നെ നടത്തുന്നുണ്ട്. എറണാകുളം എൻഫോഴ്സ്മെൻറ്റ് RTO മനോജ് സാർ നമ്മളിപ്പോൾ ചെയ്യുകയാണ്. സാർ, എങ്ങനെയുള്ള നടപടികളൊക്കെ ആയിരിക്കും നമ്മൾ സ്വീകരിക്കുക? നമ്മൾ 2 ബാച്ചായിട്ട് പോലീസുമായി ചേർന്ന് സംയുക്ത പരിശോധനയ്ക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലയിലുള്ള പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്ന് സംയുക്ത പരിശോധന ഉണ്ടാവും. പരിശോധനയിൽ ആൽക്കോമീറ്റർ, ബ്രത്ത് അനലൈസർ ഇവയെല്ലാം ഉപയോഗിച്ചായിരിക്കും പരിശോധന നടത്തുക. ഡേഞ്ചറസ് ആയ വാഹനം ഓടിക്കുന്നവരുടെ പിക്ചേഴ്സ് എടുത്തതിന് ശേഷവും അല്ലാത്ത രീതിയിലും, അതുപോലെ തന്നെ ബാർ ഹോട്ടൽസ് സമീപം, പിന്നെ കാൽനട യാത്രക്കാരെ പോകുന്ന ഭാഗങ്ങൾ, ഇവയെല്ലാം പ്രത്യേക പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന സ്ഥലങ്ങളായിരിക്കും. യാത്രയിൽ പട്രോളിംഗ് ശക്തമായി ഉണ്ടാകുന്നതാണ്. അപ്പോൾ അങ്ങനെ അപകട സാധ്യതയോടുകൂടി വാഹനം നിയന്ത്രിക്കുന്നവരെ കണ്ടെത്തിക്കഴിഞ്ഞാൽ കർശനമായ ലൈസൻസ് റദ്ദാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. രജിസ്ട്രേഷൻ ഉൾപ്പെടെ അത് അതിൻ്റെ സ്ഥിതി, അതിൻ്റെ സാഹചര്യം പരിശോധിച്ചതിന് ശേഷമായിരിക്കും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലുള്ള നടപടികൾ ഉണ്ടാവുക. ആദ്യ ഭാഗം എന്ന നിലയ്ക്ക് ഡ്രൈവർക്കെതിരെയായിരിക്കും നടപടി ഉണ്ടാവുക. എത്ര ടീമുകളുണ്ടാവും? മൊത്തം 8 ടീം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് കൂടാതെ അല്ലാത്ത സ്ക്വാഡുകളും ഉണ്ടാകും. ക്യാമറ വിഷ്വൽസ് വെച്ചിട്ടും നമ്മൾ പരിശോധന തുടരുന്നതാണ്. എന്തായാലും ഈ ലഹരി ഉപയോഗിക്കാം വല്ലപ്പോഴൊക്കെ ആഘോഷത്തിൽ, പക്ഷേ ആ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കാതിരിക്കുക, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാത്ത ആളുകളെ കൊണ്ട് വാഹനം ഓടിപ്പിക്കുക. അങ്ങനെ ചെയ്ത് നിങ്ങൾ ഇത് ആഘോഷിക്കൂ. അല്ലെങ്കിൽ നാളെ 1-ാം തീയതി പുലരുമ്പോൾ ഒരു മരണവാർത്തയും അല്ലെങ്കിൽ ഒരു അപകട വാർത്തയും ഉണ്ടാവാതിരിക്കാൻ അത് സഹായകമാകും. കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.